ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? ഓക്കെ, അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, അതിനകത്ത് വരുന്ന ടേംസ്, ഇതൊക്കെ എന്ത് ചെയ്യാണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാമ്പിൾക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നും ഇതെങ്ങനെയാണ് അക്കൗണ്ട്സിനകത്ത് വർക്ക് ചെയ്യുന്നതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക നോക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം അല്ലേ. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? നമ്മളൊരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ്? ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് അല്ലേ. എന്താണ്? ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന എവരി ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് അക്കൗണ്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡബിൾ എൻട്രി അല്ലെങ്കിൽ ഡബിൾ എഫക്റ്റ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിനകത്ത് നമ്മളതിനെ റെക്കോർഡ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഫോം ചെയ്ത ഒരു ഇക്വേഷൻ, അതാണ് എന്ത്, അക്കൗണ്ടിങ് ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് പറയുന്നുണ്ട്, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഷോസ് ദാറ്റ് എവറിത്തിങ് എ ബിസിനസ് ഓൺസ് ഈസ് ഫണ്ടഡ് എയ്തർ ബൈ ഡെബ്റ്റ്സ് ഓർ ബൈ ദ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം എൻഷുറിങ് ദാറ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ് റിമെയിൻ ബാലൻസ്ഡ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ പറഞ്ഞത്? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന എല്ലാം അല്ലേ, ആ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബിസിനസ് ഓൺ ചെയ്യുന്നതിന് എന്താ വിളിക്കുക, അസറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അസറ്റ് ഒന്നെങ്കിൽ എങ്ങനെയായിരിക്കും, ആരെങ്കിലും കടം കൊടുത്ത ഫണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തായിരിക്കാം, ആ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് കൊണ്ടുവന്നതായിരിക്കാം. ബിസിനസ്സിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതൊന്നെങ്കിൽ എന്തായിരിക്കും, ആരുടെന്നെങ്കിലും കടം വാങ്ങിച്ചതായിരിക്കും, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഓണർ ആരാണോ ഒരു കൊണ്ടുവന്നതായിരിക്കും. ഓക്കെ ആണോ? അല്ലാണ്ട് ബിസിനസ്സിന് സ്വന്തമായിട്ട് എന്തില്ല, സ്വന്തമായിട്ട് അസറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ അടുത്ത് കുറച്ച് അസറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ കടം വാങ്ങിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അവരുടെ ഫണ്ടായിരിക്കണം. ഇതാണ് എന്തിൻ്റെ അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുനിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് പറയുന്നുണ്ട്, ഇറ്റ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? എൻഷുറിങ് ദാറ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ് റിമെയിൻ ബാലൻസ്ഡ്. എന്താണ് ഉദ്ദേശം? ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്താവണം, എപ്പോഴും ബാലൻസ് ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ എന്ത് പറഞ്ഞു, ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, അത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു അസറ്റ് എങ്ങനെയാണ് ബിസിനസ്സിന് കിട്ടുന്നത്? ഒന്നെങ്കിൽ കടം വാങ്ങിച്ച ഫണ്ട്, അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ എന്ത് പറയാം, ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലേ, എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്, എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് നോക്കാം. അസറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണെന്നാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്? ലയബിലിറ്റി അല്ലേ, ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ടും കൂടെ ആഡ് ചെയ്തതാണ്, ലയബിലിറ്റിയും ഓണേഴ്സ് ഇക്വിറ്റിയും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ എന്തിന് ഈക്വൽ ആയിരിക്കണം, അസറ്റിന് ഈക്വൽ ആയിരിക്കണം അല്ലേ. എന്താണ് അതിൻ്റെ എക്സാമ്പിൾ? ഇപ്പോൾ എന്താണ്, നമ്മൾ ഓണർ എന്ത് ചെയ്യാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇനീഷ്യലി ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. ഒന്നെങ്കിൽ ക്യാപിറ്റലാവാം, അല്ലെങ്കിൽ എന്താവാം, കടം വാങ്ങിച്ചതായിരിക്കാം. അപ്പോൾ മെജോറിറ്റി കേസ് എന്താണ്, ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഒരു 2 lakh റുപ്പീസാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കേടാ, അപ്പോൾ ആ 2 lakh ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ഇനി ആ 2 lakh എനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറഞ്ഞിരുന്നു അല്ലേ. ആ 2 lakh എന്ന് പറയുന്നത് എക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പേഴ്സണലി. ഓക്കെ, ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ അതെന്തായി, അതിനെന്ത് വിളിക്കാം, ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് വിളിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുക, അക്കൗണ്ട്സിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ കാരണം കൊണ്ട് അവിടെ 2 എഫക്റ്റ് വന്നു അല്ലേ. 2 എഫക്റ്റാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ കൊടുക്കുന്നത്. ഏത് ട്രാൻസാക്ഷന്? ഓണർ ആ ബിസിനസ്ക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആ ഒരു ട്രാൻസാക്ഷൻ ബുക്കിൽ റെക്കോർഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 അക്കൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ്, ഏത് അക്കൗണ്ടാണ്? ഫസ്റ്റ് അക്കൗണ്ട് ഏതാണ്, അസറ്റ് അക്കൗണ്ട് അല്ലേ. ഏതാണ് അസറ്റ്? അവിടെ എന്ത് ബിസിനസ്ക്ക് എന്ത് വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, അസറ്റാണ്. ഓക്കെ, അപ്പോൾ അതിന് ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലയബിലിറ്റി അല്ലേ, ലയബിലിറ്റി അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? എന്താ ലയബിലിറ്റി? ആ 2 lakh എന്ത് ചെയ്യണം, ഓണർക്ക് തന്നെ തിരിച്ച് കൊടുക്കാനുള്ളൊരു ബാധ്യത,
അതുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ബിസിനസ്സിൽ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യം മാറ്റി വെക്ക്, നമ്മളെ പേഴ്സണൽ കാര്യം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാണ്, ബാങ്കിൽ നിന്ന് ഈ 2 lakh ലോൺ എടുക്കുകയാണ്. ബിസിനസ്സൊക്കെ മാറ്റി വെക്കട്ടോ, പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂ എടുക്കും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു, ഫെഡറൽ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരു 2 lakhs കടം വാങ്ങിക്കുകയാണ്. അത് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നത്, നിങ്ങളെ കയ്യിൽ 2 lakh അല്ലേ, 2 ലക്ഷം രൂപ കയ്യിൽ ക്യാഷ് വരും. അത് നിങ്ങൾക്ക് എന്താണ്, അസറ്റാണ്. അതേ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ബാധ്യതയും കൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്, ഒരു ലാബിലിറ്റി കൂടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്താ ലാബിലിറ്റി, ഈ 2 ലക്ഷം രൂപ എന്ത് ചെയ്യണം, ആ പറഞ്ഞ പീരീഡ് ആകുമ്പോൾ തിരിച്ച് ആർക്ക് തന്നെ കൊടുക്കണം, ബാങ്കിന് തന്നെ റീപേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഓക്കെയാണോ, ആ 2 സംഭവം അതാണ് നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓണർ ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടല്ലേ കാണിക്കുക, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കുക. ഓക്കെ, ആയിക്കോട്ടെ, അതിന് ഈക്വൽ ആയിരിക്കണം എന്ത്, അസറ്റ് ഈക്വലാണ് അല്ലേ. അപ്പോൾ ഇനീഷ്യലി ആ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും ബിസിനസ്സിൽ, അസറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് 2 ലക്ഷം എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കും, 2 ലക്ഷം. ഓക്കെയാണോ, അപ്പോൾ ഇവിടെ എന്തായി, അസറ്റ് ഈക്വൽ എന്തിന് ഈക്വലായി, ഓണേഴ്സ് ഇക്വിറ്റി അല്ലേ. ഓക്കെയാടാ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലേ ഓപ്പറേഷൻ നടത്തി നോക്കാം. ഇനി അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ അസറ്റ് എന്ന് പറഞ്ഞാൽ, ഇനി എന്ത് ചെയ്യും, പേഴ്സണലി അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കില്ല കേട്ടോ. ഇനി ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നിട്ടായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളാണ് ഇനി ബിസിനസ്സിലെ അക്കൗണ്ടൻറ്റ്, ബിസിനസ്സിലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെയാണോ, ഇനി അക്കൗണ്ടൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ കാര്യവും തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിന് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, എന്താ പറയുന്നത്, വാട്ട് യു ഓൺ അല്ലേ, അല്ലെങ്കിൽ ഈ യു എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മളെ ബിസിനസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ബിസിനസ് എന്താണോ ഓൺ ചെയ്യുന്നത് അതിനാണ് എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, എന്താ ലയബിലിറ്റി പറഞ്ഞാൽ, വാട്ട് യു ഓ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊടുക്കാൻ അല്ലേ. ഇവിടെ നമ്മൾ ഓൺ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ കൊടുക്കാൻ ലയബിളായത്. ഓക്കെയാണോ, അതിനെന്ത് പറയുന്നത്, ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഓണേഴ്സ് ഇക്വിറ്റി, നെക്സ്റ്റ് ഓണേഴ്സ് ഇക്വിറ്റി. എന്താ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ, വാട്ട് യു ഹാവ് ഇൻവെസ്റ്റഡ്. ഓക്കെ, നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേരിൽ ബിസിനസ്സിൽ കിടക്കുന്ന എമൗണ്ട്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ പറഞ്ഞു അല്ലേ, എ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, 2 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളെ ബിസിനസ്സിൽ അയാളെ പേരിലുള്ള ഫണ്ട് എത്രയുണ്ട്, 2 ലക്ഷം ഉണ്ട്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, വാട്ട് യു ഹാവ് ഇൻവെസ്റ്റഡ്. നിങ്ങൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിനാണ് എന്ത് പറയുന്നത്, ഓണേഴ്സ് ഇക്വിറ്റി, അല്ലെങ്കിൽ എന്ത് പറയാം, ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെയാടാ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ, ഓണേഴ്സിൻ്റെ ഫണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ലയബിലിറ്റി എന്തായിരിക്കും, ഓണേഴ്സിൻ്റെ ഫണ്ടല്ല അല്ലേ, പക്ഷേ ബാധ്യത തന്നെയാണ്. അതെന്തായിരിക്കാം, ബാങ്കിൽ നിന്ന് എടുത്ത ലോണ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ലയബിലിറ്റി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്, എന്ത് വിളിക്കാം, ലയബിലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ബിസിനസ് ഓൺ ചെയ്യുന്ന എല്ലാം എന്ത് വിളിക്കാം, അസറ്റ്സ് എന്ന് വിളിക്കാം. ഇനി ആ ബിസിനസ്സിന് ലയബിലിറ്റി എന്താണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെന്ത് വിളിക്കാം, ലയബിലിറ്റി എന്ന് വിളിക്കാം. ഇനി ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബിസിനസ്സിൻ്റെ ഓണർ. ഓക്കെ, അയാൾ കൊണ്ടുവന്നിട്ടുള്ള ഫണ്ടിനാണ് എന്ത് വിളിക്കുന്നത്, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് എന്ത് പറയുന്നുണ്ട്, ഈ ഇക്വേഷനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നമ്മൾ ഇറങ്ങിച്ചില്ലാണ്, താഴേക്ക് ഇറങ്ങിച്ചില്ലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് ഇക്വേഷൻ, ബിസിനസ്സിനകത്ത് ഏതൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നോക്കിക്കോ, സിമ്പിളാണ്, മനസ്സിലാക്കി ഇരിക്കട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാമ്പിൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നുള്ളത് പിന്നെ അതിനകത്തൊരു ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ട് ഇരിക്കട്ടോ. ഇനി എന്ത് പറയുന്നുണ്ട്, എഗെയിൻ ഇക്വേഷൻ നമ്മളൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആക്കുകയാണ്. എന്താ പറയുന്നത്, അസറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ഇതിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് അല്ലേ, അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി, അല്ലെങ്കിൽ എന്ത് പറയാം, ഇതിന് തന്നെ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതിന് ശേഷം എന്ത് പറയുന്നുണ്ട്, പ്ലസ് റവന്യൂ മൈനസ് എക്സ്പെൻസ് മൈനസ് ഡ്രോയിങ്സ്. എന്താണ് അഡീഷണൽ ആയിട്ട് വന്ന 3 എണ്ണം. അസറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ലയബിലിറ്റി പറഞ്ഞു, ക്യാപിറ്റലും പറഞ്ഞു.
റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിനകത്ത് വരുന്ന ഇൻകം. ഓക്കെ, ആ ഇൻകത്തിൽ നിന്ന് എന്ത് കുറച്ചു? എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക അവിടെ? പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ? അപ്പോൾ ആ ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് പറയാം. ആ പ്രോഫിറ്റ് ആർക്കുള്ളത് തന്നെയാണ്? ഓണേഴ്സിനുള്ളത് തന്നെയാണ്. ഓക്കെ ഉണ്ട്. അപ്പോൾ ഇത് റവന്യൂ ഇപ്പോൾ എത്ര ഉണ്ട്? ഒരു 1 lakh റവന്യൂ ഉണ്ട്, 50,000 എക്സ്പെൻസും വന്നു. ഓക്കെ, ബാലൻസ് എന്ത് വരും? 50,000 പ്രോഫിറ്റ് വരും. അത് ആർക്കുള്ളതാണ്? ഓണേഴ്സിനുള്ളതാണ്. ഓണർ ആരാണോ അയാൾക്കുള്ളതാണത്. അപ്പോൾ അയാളെ ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യും? ബിസിനസ്സിൽ അത് ആഡ് ചെയ്യും, കാരണം അയാൾക്കുള്ളതാണ് അല്ലടാ. അപ്പോൾ അയാളെ ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യും? അത് ആഡ് ചെയ്യും. ഇനി ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം എന്തുണ്ട് അവിടെ? ക്യാപിറ്റലുണ്ട്, അയാളുടെ പേരിൽ ക്യാപിറ്റലുണ്ട്. ഇപ്പോൾ ഇവിടെ 50,000 എന്തും വന്നു? പ്രോഫിറ്റും വന്നു. അപ്പോൾ ടോട്ടൽ അയാളുടെ പേരിൽ ഇപ്പോൾ ബിസിനസ്സിൽ എത്ര എമൗണ്ട് കിടക്കുന്നുണ്ട്? 2,50,000 കിടക്കുന്നുണ്ട്. ഇനി അയാൾ അല്ലെങ്കിൽ ഈ ഓണർ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അല്ലേ? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഡ്രോയിങ്സ്? ബിസിനസ്സിൻ്റെ അകത്തുനിന്ന് ഓണർ വിഡ്രോ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബിസിനസ്സിൻ്റെതല്ല അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോവുക. ഓക്കെ, അതിനാണ് എന്ത് വിളിക്കുന്നത്? ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ? ഡ്രോയിങ്സ് 2 രീതിയിലുണ്ട്. ഒന്നെങ്കിൽ എന്താവാം? ഓണർ ക്യാഷായിട്ട് വിഡ്രോ ചെയ്യാം അല്ല, ബിസിനസ്സിൻ്റെ ക്യാഷിൽ കുറച്ച് എടുത്ത് കൊണ്ടുപോവുക. അല്ലെങ്കിൽ ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി വെച്ച ഗുഡ്സ് കുറച്ച് എന്ത് ചെയ്യാണ്? എടുത്തുകൊണ്ട് പോകുക. അതിനെ രണ്ടിനെ എന്ത് വിളിക്കും? ഡ്രോയിങ്സ് എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓണർ കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? കുറക്കണം. ആരുടെ പേരിൽ നിന്ന്? ഓണറുടെ പേരിൽ അല്ലേ? ഓണറുടെ ക്യാപിറ്റലാണത്. അതിൻ്റെ കൂടെ അയാൾക്കുള്ള പ്രോഫിറ്റും ആഡ് ചെയ്തു. അതിന് എന്ത് കുറക്കണം? അയാൾ എന്തെങ്കിലും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഓണർ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കുറക്കും കൂടെ ചെയ്താലാണ് കറക്റ്റ് ക്യാപിറ്റൽ കിട്ടുക. ഓക്കെ ആണോ? അപ്പോൾ എന്ത് പറഞ്ഞു? അസറ്റ് എന്തിന് ഈക്വലാണ്? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പ്ലസ് റവന്യൂ മൈനസ് എക്സ്പെൻസ് മൈനസ് ഡ്രോയിങ്സ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് പറയുന്നുണ്ട്? എന്താണ് അസറ്റ് എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. എന്താ അസറ്റ് എന്ന് പറഞ്ഞാൽ? റിസോഴ്സസ് ഓൺഡ് ബൈ എ ബിസിനസ് അല്ലേ? ദ ബിസിനസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? മെഷീനറി, ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെപ്റ്റർ, ബാങ്ക്, ക്യാഷ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണെങ്കിൽ ഏതൊക്കെ അസറ്റ്സ് ആണ് വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? റിസോഴ്സസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ഒരു ബിസിനസ് എന്തെല്ലാം ഓൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പേരിൽ എന്തെല്ലാം ഉണ്ടോ, അതിനൊക്കെ എന്ത് വിളിക്കാം? അസറ്റ് എന്ന് വിളിക്കാം അല്ലേ? ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിനകത്ത് എന്തെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ എന്ത് വിളിക്കാം? അസറ്റ് എന്ന് വിളിക്കാം അല്ലേ? മെഷീനറി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു മെഷീനറിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് 1 ഇയർക്കാണോ? അല്ല, ഇത് അടുത്ത വർഷം അല്ലെങ്കിൽ മേലത്തെ വർഷമൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയെങ്കിലും ബിസിനസ്സിൻ്റെ പേരിൽ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഡെപ്റ്റേഴ്സ്, നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് തരാനുള്ളവരെ നമ്മൾ എന്ത് വിളിക്കുക? ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. ബാങ്ക് ബാലൻസ് ഉണ്ട്, ക്യാഷ്. എന്താണ് അസറ്റ്, ലാബിലിറ്റി എന്നൊന്നും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു വേറെ തന്നെ എന്ത് ചെയ്യുക? ഒരു വീഡിയോ ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കുന്നത്. ജസ്റ്റ് എന്ത് മനസ്സിലാക്കുക? ബിസിനസ്സിന് അല്ലെങ്കിൽ ബിസിനസ് ഓൺ ചെയ്യുന്ന എല്ലാം നമ്മൾ എന്താ വിളിക്കുന്നത്? അസറ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇനി ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇഫ് യു സ്റ്റാർട്ട് എ കോഫി ഷോപ്പ് അല്ലേ? എന്ത് ചെയ്യാണ്? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞ വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഒരു കോഫി ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ യുവർ കോഫി മെഷീൻസ് ആൻഡ് കോഫി ബീൻസ് ആർ എന്താണ് അവിടുത്തെ? അസറ്റ്സ് ആണ് അല്ലേ? ആ ഒരു കോഫി ഷോപ്പിനകത്ത് കോഫി മേക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാവും അല്ലടാ, അതാ ബിസിനസ്സിന് എന്താണ്? അസറ്റാണ്. പിന്നെ എന്തും പറയുന്നുണ്ട്? ആൻഡ് കോഫി ബീൻസ് ആർ അസറ്റ്സ് അല്ലേ? കോഫി ബീൻസ് എന്താണ്? അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ബിസിനസ് റൺ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? അസറ്റ്സ് എന്ന് വിളിക്കാം. ഇനി എന്താണ് ലിയാബിലിറ്റീസ് അല്ലേ? ലിയാബിലിറ്റീസ് പറഞ്ഞാൽ എന്താണ്? എന്താ പറഞ്ഞത്? ഡെപ്റ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓർ ടു ഔട്ട്സൈഡേഴ്സ് അല്ലേ? എന്താ പറയുന്നത്? എക്സാമ്പിൾ ലോണ്, സാലറി പേയബിൾ, റെൻറ്റ് പേയബിൾ, അക്കൗണ്ട് പേയബിൾ. എന്താ പറഞ്ഞത്? ബിസിനസ് ആർക്കെങ്കിലും ഒരു എമൗണ്ട് 1 രൂപയാണെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനാണ് എന്ത് വിളിക്കുന്നത്? ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അതിൻ്റെ എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? കമ്പനിക്കുണ്ട്, ബിസിനസ്സിനുണ്ട് അല്ലേ? അപ്പോൾ അതൊരു ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. ഇനി സാലറി പേയബിൾ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വർഷം 2025 എൻഡ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്. ഈ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ അപ്പോഴാണല്ലോ ഈ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഈ മാസം കൊടുക്കേണ്ട കുറച്ച് സാലറി എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പഠിച്ചിരുന്നു. ഏതാണ്?
മാച്ചിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്രൂവൽ കോൺസെപ്റ്റൊക്കെ പഠിച്ചിരുന്നു അല്ലേ. അതിനകത്ത് എന്താ പറഞ്ഞത്, ഈ വർഷം കൊടുക്കാനുള്ള എക്സ്പെൻസ് അല്ലേ, കൊടുക്കാനായോ ഈ വർഷം തന്നെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്ന ടൈമിൽ, ബുക്കിൽ കാണിക്കുന്ന ടൈമിൽ നമ്മളവിടെ ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ, പക്ഷേ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞത്, അവിടെ എന്ത് ചെയ്യണം, പേയബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഈ വർഷത്തെ ബുക്കിൽ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ ആ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മളെന്താണ്, അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലയബിലിറ്റിയാണ്. ഓക്കെ, അതേപോലെ റെൻറ്റ്. ഇനി അക്കൗണ്ട് പേയബിൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫണ്ട് കൊടുക്കാനുണ്ട്, എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും എന്ത് ലയബിലിറ്റിയാണ് അല്ലേ. ഇനി എക്സാമ്പിൾ എന്ത് പറയുന്നുണ്ട് അതിനകത്ത്, എ ബാങ്ക് ലോൺ യു ടേക്ക് ടു ബൈ ദ കോഫി മെഷീൻസ് ഈസ് എ ലയബിലിറ്റി. എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോഫി മെഷീൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കോഫി മെഷീൻ വാങ്ങണമെങ്കിൽ ഫണ്ട് വേണ്ടേ. ആ ഫണ്ട് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, ബാങ്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ലോണാണ്. ഓക്കെ, ആ ലോൺ എമൗണ്ട് എന്താണ്, ലോൺ എടുക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് വരുന്നുണ്ട്, ആ സെയിം ടൈം ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലയബിലിറ്റി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കേനാടാ. ഇനി അടുത്തത് ഓണേഴ്സ് ഇക്വിറ്റി അല്ലേ. എന്താണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബിസിനസ്സിന് വേണ്ട ഫണ്ട് അല്ലേ, ആര് കൊണ്ടുവരുന്നുണ്ട്, ഓണർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുക, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ദ ഓണേഴ്സ് ക്ലെയിം ആഫ്റ്റർ ലയബിലിറ്റീസ് ആർ പെയ്ഡ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺഡ് ഏണിങ്സ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പോകുന്നില്ല കേട്ടോ. എന്താണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ, ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ, ഓണേഴ്സ് എന്താണോ കൊണ്ടുവന്നത് അതിനാണ് എന്ത് പറയുന്നത്, ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്ത് കണ്ടില്ലേ, എന്താണ്, യുവർ പേഴ്സണൽ സേവിങ്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ കോഫി ഷോപ്പ് ആർ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ. ഇതിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ പേഴ്സണലി സേവ് ചെയ്ത് വെച്ച കുറച്ച് എമൗണ്ട് ഉണ്ട്, അതെടുത്തിട്ടാണ് അയാൾ കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനീഷ്യലി. ഓക്കെ, അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന എമൗണ്ടിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്ത് പറയാം, ഇക്വിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ടേം ഏതായിരുന്നു, ഡ്രോയിങ്സ് അല്ലേ. അപ്പോൾ എന്താണ് ഡ്രോയിങ്സ്, നമ്മൾ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്താ പറയുന്നത്, ഡ്രോയിങ്സ് ഇൻ ബിസിനസ് റെഫേഴ്സ് ടു ദ മണി ഓർ അസറ്റ്സ് ടേക്കൺ ഔട്ട് ഓഫ് ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ് അല്ലേ. അപ്പോൾ ബിസിനസ്സിനകത്തുനിന്ന് ക്യാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് എന്ത് ചെയ്യണം, ഓണർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെന്താ വിളിക്കാം, ഡ്രോയിങ്സ് എന്ന് വിളിക്കാം അല്ലേ.